അത് പറഞ്ഞപ്പോഴാ ഞാനൊരു പാട്ട് പാട്ടായിരുന്നു. ഇതൊക്കെ എന്തുവാടാ ഇറ്റാച്ചി? സ്വന്തം വീട്ടിൽ ആഹാരം മറിച്ചു വെക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വീട്ടിൽ ഒളിച്ചു കളിക്കാം. എല്ലാരും വട്ടത്തിൽ നിൽക്ക്, വട്ടത്തിൽ നിൽക്ക്, വട്ടത്തിൽ നിൽക്ക്, വട്ടത്തിൽ നിൽക്ക്, വട്ടത്തിൽ നിൽക്ക്. ഈ പെണ്ണുങ്ങളുടെ അടുത്ത് നടക്കുന്ന അപ്രോച്ച് ശരിയില്ലടാ. ഞാൻ കാര്യം പറയട്ടെ, ആരെയും ഈ പെൺപിള്ളാരെയും കൊണ്ട് വയറ്റത്തും കുടിപ്പിച്ചുകൊണ്ട് ഈ ബീച്ച് സൈഡിൽ കൂടെ നടക്കുന്നവന്മാരെല്ലാം മൊണ്ണകളാ. ആ സാവേജ് ഉണ്ടല്ലോ, അവൻ 1ാം ക്ലാസ് മൊണ്ണ. പിന്നെ ഞാൻ കാര്യം പറയട്ടെ, പാട്ട് പാടാന്നും പറഞ്ഞിട്ട് മറ്റേ അവന് തന്നെ ഒരു പാട്ട് പാടി റെക്കോർഡ് ചെയ്ത് വെച്ചൂടെ? ഇതൊരുമാതിരി മറ്റേ ഇതെന്ത് പെൺപിള്ളേരെ അത് പറഞ്ഞപ്പോഴാ ഞാനൊരു പാട്ട് പാട്ടായിരുന്നു. ചെറുക്കന്റെ കഴിവ് പാടാ മോനെ, ഞാൻ ഒതുക്കി തന്നെ വണ്ടിക്കകത്ത് തന്നെ വണ്ടിക്കകത്ത്. അണ്ണോ എനിക്ക് താങ്ക് യു അണ്ണു ആണ് യഥാർത്ഥ. ആ കാറിന്റെ മുന്നിലോട്ട് നിന്ന് പാട്. അല്ല അത് വേണ്ട, ഇടിച്ച് നിന്റെ തോളത്തിരുന്നോളാം ഞാൻ. നീ പാടുമെന്നുള്ളൊരു കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. അണ്ണോ ഞാൻ ബേസിക്കലി ഒരു സിംഗറാണ്. എല്ലാവരും ഇങ്ങനെ പറയാറുണ്ട് ബേസിക്കലി ഒരു സിംഗറാണ്. ജൂഡ് പാടുമെന്ന് എനിക്ക് അറിയത്തില്ല, ഏബിള് പാടുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. അണ്ണ ഞാൻ പഠിക്കട്ടെ. ഹലോ ഹലോ. അമ്മ പൂടപ്പേ ഒന്ന് മൂളിയാതി എന്റെ തീരാത്തൊരു ആഗ്രഹമായിരുന്നു അണ്ണന് വേണ്ടി പാടിക്കൊള്ളണം. ഇവിടെ ഇതെങ്ങാനും ടി വി കാണുന്ന ഏത് അപ്പൂപ്പന ഊമയൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റ ഇരിപ്പിന് ചാവും, മനസ്സിലായോ? അവര് വലിയ യേശുദാസിന്റെ പാട്ടും പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ നീ ശരവണ ജൂലേഴ്സ് അറിയോ? ശരവണ ടെക്സ്റ്റൈൽസ് ജൂലേഴ്സ്. ഇവിടെ ശരവണ മറ്റേ ടെക്സ്റ്റൈൽസ് മറ്റേ സിനിമ അഭിനയിക്കുന്ന പുള്ളിയില്ലൂടാ. നിങ്ങൾക്കൊന്നും അറിയത്തില്ല മറ്റേ പുള്ളിക്കാരൻ. ഭയങ്കര ഇഷ്ടമായിരിക്കും. ഈ അലക്സ് പാടുന്ന എനിക്കറിയാം. അതല്ലടാ ഞാൻ ചോദിക്കുന്നത്, ഈ മറ്റേ ശരവണ ടെക്സ്റ്റൈൽസ് മറ്റേ മുതലാളി ഇല്ലൂടാ? ശരവണൻ, അത് തന്നെ ശരവണൻ. എടാ പുള്ളിക്കാരുടെ സിനിമ നീ കണ്ടിട്ടില്ലേ? ദ ലെജൻഡ് ഒന്നും ചോദിച്ചേ. ഞാൻ ഒരു തമാശ പറയാൻ വന്നേടാ പുള്ളിക്കാരനെ വെച്ചിട്ട് അങ്ങ് പോയടാ. എടാ ഈ ഇടയായിട്ട് എന്നെ പ്രശ്നം എന്തെന്ന് അറിയാവോ? എടാ ഞാൻ എന്തേലും ഒരു തമാശ പറയുമ്പോ ആ ജോണിയെയും കൂടെ ഒന്ന് കയറ്റു. ജോണിയെയും കൂടെ ഒരു മിനിറ്റ്, ജോണിയും കൂടെ കേട്ട സ്ഥലമുണ്ടോ? ഡ്രൈവറിന് മാത്രം പാടില്ല. പക്ഷെ ഇവിടെ അതൊന്നും കാണാൻ പോകുന്നില്ല, നമുക്ക് വിട്ടടിച്ച് പോയിക്കൂടെടാ. നേരത്തെ വന്നോണ്ടിനും വരൂല, ഓറാലോസ് ആവുന്ന വരൂല. ജോണി എവിടെ നിൽക്കുന്നു? ഞാൻ നമ്മുടെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ ഉണ്ട്. ഫുഡ് ഓർഡർ ചെയ്താ എന്തോനെ അണ്ണ ഏതാണോ? എന്തോ പിന്നെ നമുക്ക് അവനെ പോയിട്ട് പരിചയം കണ്ടിട്ട് വരാം. ഓക്കെ, ഇപ്പൊ കാത്തിരിക്കുന്ന ജോണി നിങ്ങൾക്ക് കാണും. എടാ വല്ല എന്തേലും ഒക്കെ പറഞ്ഞോണ്ടൊക്കെയാണ് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന കണ്ണാപ്പി വന്ന ആദ്യമേ ഇവനാണോ അന്ന? വണ്ടിക്കകത്ത് നമ്മളാരും ഓർഡർ ചെയ്തിട്ടില്ല. കണ്ണാപ്പി വിളിച്ചിട്ടുണ്ട്. ആരായിരുന്നു വിളിച്ചേ? റയണനായിരുന്നോ? അറിയൂ ആരാ വിളിച്ചേ?
ഞാൻ ഗാർഡിയൻ ഉള്ളപ്പോ നിങ്ങള് കണ്ണ ആ പൈസ കൂടെ ഒന്ന് സെറ്റിൽ ചെയ്തേക്കണേ കണ്ണ. ആ പൈസ ഒന്ന് സെറ്റിൽ ചെയ്തേക്കണേ കണ്ണ. ഗാർഡിയൻ ഉള്ളപ്പോ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്തു വിടാം. ഇതൊക്കെ എന്തൊരു കഷ്ടമാണ് ഇതൊക്കെ. എടാ വണ്ടിയിലും കയറ പിള്ളേരെ. അയ്യോ ഫുഡ് കൊടുത്തില്ലേ? പൈസ കൊടുക്കണ്ട അണ്ണു. ഫുഡിന് പൈസ നിങ്ങൾ കൊടുത്തോ. എത്ര രൂപയാ? എത്ര രൂപയാന്ന് ഞാൻ ഇതിനൊന്നും ഒരു ബണ്ണ് പോലും കഴിച്ചിട്ടില്ല. അണ്ണു തന്തവായി വരുന്നുണ്ട്. ഞാൻ ഈ സാരിയും കെട്ടി തിന്നിട്ട് തള്ളവായി പാക്കാം. എത്ര കൊച്ചേ നമ്മളെ അണ്ണു വീശുമല്ലോ. അണ്ണുണ്ട്. ജോണി ഒരു മിനിറ്റ് കേട്ടോ. ഒരു 500 അല്ല ഞാൻ ഒരു പേയ്മെന്റ് സെറ്റിൽ എടോ എത്ര മോളെ ഒരു മിനിറ്റ് എല്ലാം സംസാരിക്കില്ലേ. എത്ര അന്ന ഇത് പറയൂ മോളെ എത്ര വേണ്ടേ? അല്ല അണ്ണനാന്ന് ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ അവിടെ നിന്നാണ് ഫുഡ് എടുത്തോണ്ടിരുന്നത്. അപ്പൊ എത്ര വെച്ചിട്ടാന്ന് പറഞ്ഞു. ഒരു 5000 ആയിക്കോട്ടെ. സീ ഫുഡോ? വീക്കിലി ഫുഡാണ്. നമ്മൾ കുറച്ച് തിന്നുന്ന ആൾക്കാരാണ്. പിള്ളേർ ഇരിക്കുന്ന കണ്ടില്ലേ മറ്റേ മസിൽമാൻ കണക്ക്. നമുക്ക് കുറച്ച് ആഹാരം 5000 ഒക്കെ എടുത്ത് വെച്ചാൽ മറിച്ചു വെക്കാനാണ് പോകുന്നോ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും. ആദ്യം ഒരു 1000 ഉറക്കൂ. 1000 യെസ്. അല്ല വീക്കിലി മാക്സിമം എത്രയാ? മാക്സിമം ഇല്ല അത് കൊച്ചെ ഒരു 1000 ബണ്ണും 1000 വെള്ളം 1000 മാച്ചയും 1000 രാമനും 1000 മാച്ച എടുക്കട്ടെ. 1000 രാമനും 1000 മാച്ച. സ്മൂത്തി ഉണ്ടോ? സ്മൂത്തി മാച്ച കലക്കി തരടാ. കലക്കി കൊടുത്തിട്ട് വരാണ് ഞാൻ. ഇല്ല സ്മൂത്തി അല്ല വാട്ടർമെലൻ സ്മൂത്തി. മുജിറ്റോ അന്നെ ഇതർ ഇപ്പൊ തന്നെ ബില്ല് തന്ന് പേയ്മെന്റ് സെറ്റിൽ ആക്കണോ അതോ കുഴപ്പമില്ല ഫുഡ് കൊണ്ടുവരുമ്പോ ശരി ടേസ്റ്റ് നോക്കിട്ട് നമ്മൾ പൈസ എടുത്തല്ലോ കേട്ടോ. നമ്പർ ഒന്ന് തരാം. നമ്പർ തരാം. അന്ന ഈദർ നമ്പർ തരാം. ഫോൺ എടുക്കുന്നു എന്താടാ? അല്ല വാൾപേപ്പർ അണ്ണ ഇവനൊരു കോഴി. അണ്ണ കോഴി. അന്ന മോളെ നമ്പർ തന്നിട്ടുണ്ട് കേട്ടോ. പോയിട്ട് വണ്ടിക്കകത്തിരുന്നവരൊക്കെ വാടാ. നമുക്ക് വലിയ വണ്ടി എടുക്കാം. വലിയ വണ്ടി. അമ്മ പൂതപ്പേ മണ്ടറ വായിലും കയറി ഇനി പോത്തൂല്ല. അതാണ് ഞാനൊരു പാട്ട് പാടാത്ത. അമ്മപ്പൂ ജോണി പാപ്പം. ജോണി പാപ്പനെ എടുക്കാൻ പോവോ? ജോണി പാപ്പത്തിന് അമ്മ പൂതപ്പേ. എടാ എല്ലാരും വെളിയിൽ തന്നെ നിൽക്കാതാ വരുന്നേ. എടാ ഷിൻ എടുക്കണോ മെക്ക എടുക്കണോ? ഏതാ വലുത്? എനിക്കറിയാം മെക്ക വലുതെന്ന്. 5000 ഒക്കെ എന്തിനാടാ? മറച്ചു ഞാൻ ഉണ്ടല്ലോ മര്യാദക്ക് ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് നിന്റെ ഒക്കെ കൂടെ നടക്കണമെന്ന് പറഞ്ഞിട്ട് തലേ കയറി ഇരിക്കല്ലോ കേട്ടോ. കേറ് 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 കേറ്. ഹലോ എടാ ഇറ്റാച്ചി ഇങ്ങോട്ടൊന്ന് വാടാ. ഇറ്റാച്ചി ഒരു 2000 വെച്ചെങ്കിലും എടുക്കണോ? ഈ ഇങ്ങോട്ട് വാടാ. ഒരുമിച്ചിരിക്കടാ. എടാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ 1000 ബണ്ണ് വാങ്ങിക്കുന്നതിനകത്ത് ഇവന്മാർ ഏതെങ്കിലും മറച്ചു വിറ്റ് കഴിഞ്ഞാണ്ടല്ലോ നീയൊക്കെ ഈ മറച്ചു വിൽക്കുന്നവന്മാരൊക്കെ വാണങ്ങളായിട്ട് ഞാൻ കൂട്ടും. പിന്നെ മറച്ചു വിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരാഴ്ച സസ്പെൻഷൻ ആണ്. നമ്മുടെ 5000 ഹെൽത്ത് ആർമർ പോയി. ഇതൊക്കെ എന്തുവാടാ ഇറ്റാച്ചി? സ്വന്തം വീട്ടിൽ ആഹാരം മറിച്ചു വിൽക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാണുണ്ടോ ഇതൊക്കെ? ഞാൻ ഇന്ന വരെ ഗ്യാങ് ഹൗസിൽ നിന്ന് ഫുഡ് പോലും എടുത്തില്ല. ഞാൻ പുറത്തുനിന്നാ വാങ്ങാറ്. ഞാൻ അവിടെ പോവാൻ കള്ളത്തരം കാണിച്ചിട്ടുണ്ട്. വണ്ടി ഇടിച്ച് കളഞ്ഞ് കിടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എടാ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ബണ്ണ് കെട്ടുന്ന കള്ളനാരാ? ബണ്ണ് മറച്ചു വിൽക്കുന്ന കള്ളനാരാ? എടാ നിനക്കൊക്കെ വല്ല തോക്കും മറച്ചു വിറ്റൂടാ.
അണ്ണോ അത് തോക്കല്ല ചന്ദ്രൻ നമ്മുടെ കളിക്കുന്നുണ്ട്. അണ്ണോ നമ്മുടെ കയ്യില് അത് ലാസ്റ്റ് ഒരു ചന്ദ്രന്റെ build ആണ്. വീക്കിലുണ്ടല്ലോ അണ്ണോ നമ്മുടെ ഹെൽത്ത് ആർമർ 5000 എന്തിനു വെച്ചാന്ന് പോയത് ഇവിടെ പോയെന്ന് മൂന്നേര് വെച്ചാ തിന്നു വന്നു എടാ തിന്നിട്ടാ തിന്നുന്നതിന് നമ്മളൊന്നും പറയത്തില്ല. അവൻ എത്ര വേണമെങ്കിലും തിന്നട്ടെ, പിള്ളേരല്ലേ, വയറിന് വിശക്കും. ഹെൽത്ത് പറഞ്ഞ. പക്ഷേ ഞാൻ ഈ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൊക്കെ ചന്ദ്രന്റെ ഫീൽഡാണ്, ഫുഡ് വേറെ ആരുടെ ഫീൽഡാണ്. അണ്ണോ ഹെൽത്ത് ആർമറും പോയണ്ണോ നമ്മുടെ 5000 ഒക്കെ വെച്ച്. ഇതിപ്പോ ഫീൽഡാണോ, ഓരോരോ ഫീൽഡാണ് മറച്ചു വെക്കൽ ഫീൽഡ്. എടാ പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ആഹാരമൊക്കെ മറച്ചു വെക്കുന്നവനെ ഒന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളത്തില്ലാന്ന് ഞാൻ പറയത്തുള്ളൂ. കുടുംബത്തിൽ പോലും ഒന്നും കൊള്ളാമില്ല. എനിക്ക് സംശയമുള്ള ആരാന്നറിയാവോ, ആ സ്നൈപ്പ് ഒക്കെ ഉണ്ടല്ലോ, സാവേജ് സ്നൈപ്പും ഒക്കെ ഉണ്ടല്ലോ. രാത്രി ഇവന്മാര് ഇതൊക്കെയാന്ന് തോന്നുന്ന പരിപാടി. അതെങ്ങനെയാ എടാ ഞാനൊക്കെ നിന്റെ അടുത്തൊരു കാര്യം പറഞ്ഞേക്കാം. ഗ്യാങ്ങിൽ നിന്ന് വാങ്ങിക്കുന്ന ആഹാരം എടുത്ത് നിന്റെയൊക്കെ പെമ്പിള്ളാർക്ക് കൊടുത്തോണ്ടല്ലോ, അവളന്മാർക്ക് വിശക്കുന്നതൊക്കെ പറയുമ്പോൾ മാച്ചിങ് മറ്റേതൊക്കെ എടുത്തു കൊടുക്കുന്ന സമയത്ത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് പോകുന്നത്. ഇത് കല്യാണം കഴിച്ച് കുടുംബത്തിൽ കയറ്റുന്നില്ലാന്നേ ഉള്ളൂ. കുടുംബം നോക്കുന്നത് ഫുള്ള് നിങ്ങളാണല്ലോ. കേക്കാവോ നിനക്കൊക്കെ? എടാ ഈ ഓജി മെസ്ബോയ് ഗോഗു എന്തിയാടാ, അവൻ വാങ്ങിക്കുന്ന മണ്ണെല്ലാം പോകുന്നത് നിരുപാമയുടെ വായിക്കാത്തോട്ടാ. ജുഗ്രു എടാ ജുഗ്രു കണ്ണാപ്പി നിന്നെ കേട്ടോ പറയുന്നേ. എടാ അങ്ങ് പറയടാ, എനിക്ക് ബണ്ണ് കൊടുക്കാൻ പെണ്ണെങ്കിലും ഉണ്ടല്ലോ, നിനക്ക് അതുപോലും ഇല്ലല്ലോ. എനിക്ക് ബണ്ണ് കൊടുക്കാൻ പെണ്ണുണ്ട്, കണ്ണാപ്പിക്കുണ്ടോ? അപ്പൊ പിന്നെ ബണ്ണ് കൊടുക്കണ്ടെന്ന് പറ. അത് പെണ്ണില്ലാത്തവന്മാര് പറഞ്ഞ ഡയലോഗാന്ന് പറയടാ. അത് പെണ്ണില്ലാത്തവന്മാര് ഡയലോഗാന്ന് പറയടാ. പറഞ്ഞ ഡയലോഗാ കണ്ണ. ഇല്ല ആലോചിക്കുക ഒന്നും കിട്ടുന്നില്ല കേട്ടോ. ആലോചിക്കുക വന്നോടെയും വണ്ടി ഇടിച്ചിട്ട് അണ്ണൂന്റെ വണ്ടി ചവിട്ടുന്നടാ. എടാ കൊച്ചു കഴിവേറി ടയറിന്റെ റിമ്മിന്റെ അത്രേ ഉള്ളൂ, നീ മനസ്സിലായോ? എടുത്ത് അതിനകത്തോട്ട് കയറ്റി വെച്ചിട്ട് ഓടിക്കുന്നില്ല ഞാൻ. എന്റെ പൊന്നലീനെ ഈ പിള്ളേരെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ റോഡിലെ മാനേഴ്സ് പറഞ്ഞു കൊടുക്ക്. ഈ അഴിച്ചു വിട്ട ഷിറ്റ്സുനെ കണക്ക് ഇങ്ങനെ അഴിച്ചു വിടാതെ. എന്തുവാ ഇത്? ഒക്കത്തുള്ളതും കൂടെ എനിക്കിപ്പോ ഒരു വീഡിയോ ഇത് തന്ന് കിക്ക് ചെയ്ത് വിട്ടതേ ഉള്ളൂ. എന്നിട്ട് ഞാൻ തിരിച്ചു വന്നു. എന്താ പരിപാടി? സ്ഥിരം പരിപാടി വണ്ടിയുടെ ഫ്രണ്ടിൽ ചിമ്പോച്ചനോടെ എടാ ജോണി, താൻ എന്തുകൂടെ വീഡിയമിനൊക്കെ പുറത്തു പോകുന്നേ? അത് കുഴപ്പമില്ല മോനെ, കുഴപ്പമില്ല. താൻ എന്തിനാണ് വീഡിയമിനൊക്കെ പുറത്തു പോകുന്നേ? ഈ പിഴച്ചവർക്ക് എന്റെ വണ്ടിക്ക് വട്ടം ചാടി. താനിതൊന്ന് അക്സെപ്റ്റ് ചെയ്തേ. ആ എടാ മക്കളെ വണ്ടി കയറ്. അണ്ണു കയറിയില്ലേ? അണ്ണു കാര്യമില്ലെന്നോ? ഇതൊക്കെ ആര് കാണാനാടാ? ഡ്രൈവറാണ്. ഇത് ഇങ്ങനെ പിന്നെ വണ്ടിയുടെ ഡിക്കി വെച്ചോണ്ട് പോകാൻ പറ്റൂ? കൊച്ചു വീഡിയോ കേട്ടോ. ഇവിടെ ബാക്കി പോയിട്ടാ, എനിക്ക് ബാനാണ്. എടാ ഡ്രൈവർ ഇതില്ലടാ. എടാ പിന്നെ ഇങ്ങനെ ആരെടുക്കും? അണ്ണു ഞാൻ ഇല്ല കുഴപ്പമില്ല. ഞാൻ സാധനം പറയട്ടെ, നേരത്തെ ഓറാലോസ് ആയതുകൊണ്ട് ഇനി അഡ്മിൻസ് വരൂല. കുഴപ്പമില്ല. വന്നു കഴിഞ്ഞാൽ എന്റെ ഓറ കുറച്ചൊക്കെ പോകുന്നല്ലേ ഉള്ളൂ. കുഴപ്പമില്ല. വണ്ടി ഓടിക്കുന്നത് ഇവനെ ആര് കയറ്റും? വണ്ടി ഓടിക്കുന്നത് അണ്ണു അപ്പുറത്താണ് വണ്ടി അപ്പുറത്താണ് വണ്ടി ഓടിക്കുന്നേ മോനെ. ഇത് പറയണ്ടേ? ഞാൻ ഇറ്റാച്ചിയുടെ വണ്ടി ഓടിച്ചേ. ഓടിച്ചു കഴിഞ്ഞാൽ എന്തോ പിടിക്കും. എന്താ സംഭവം അറിയാമോ? എന്തോ പിടിക്കാൻ നേരത്തെ അണ്ണൂനെ കൂടെ ഓടിപ്പിക്കുന്നതാണ്. ഇതെന്തുവാടാ ഡോർ അടയാത്തെ? അണ്ണു ഇത് മോബി മലപ്പുറം ചെയ്താണ്. എന്തുവാടാ നിന്റെയൊക്കെ പ്രശ്നം? ഞാൻ ഒന്നും ചെയ്തില്ല. അണ്ണു ഞാൻ അണ്ണുവിനോട് ഒരു കാര്യം പറയട്ടെ. അണ്ണു ഇത് മനഃപൂർവ്വം കടയാടി വാവ ഡ്രൈവറിനാണ് ഇല്ലാത്ത സാധനം ഉള്ളവന് കാണുമ്പോ മനസ്സിലായോ? നീയൊക്കെ അങ്ങനെ വിളിക്കും. മനസ്സിലായടാ? ഞാൻ എന്തിനാ ഈ തേർഡ് റേറ്റഡ് അഗ്ലി ബാസ്റ്റേഴ്സിന്റെ അടുത്ത് സംസാരിക്കുന്നത്? എടാ തനിക്ക് നാണോ ഇല്ലയോടെ ഈ വീഡിയോ ഒക്കെ അടിച്ച് എക്സിറ്റ് അടിച്ച് പോകാനായിട്ട്? എടാ ഞാൻ പറഞ്ഞേക്കാം, എനിക്കെങ്ങാനും മീഡിയം എങ്ങാനും തന്നോണ്ടല്ലോ. അണ്ണു എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. ജുഗുരു മനസ്സ് വിചാരിച്ചാലേ ഞാൻ പോകത്തുള്ളൂ. എടാ ഞാൻ ഒരു ഇവിടെ ജോണി
എടാ ഞാനൊരു കാര്യം പറയട്ടെ, തന്റെ കുടുംബത്തുണ്ടോടോ ഈ ബണ്ണ് കെട്ട് നിന്ന് ബണ്ണ് മറച്ചു വിൽക്കുന്നവന്മാര്? പിന്നെ ആഹാരം ഫുഡ് ബൾക്ക് ക്വാളിറ്റി എടുത്തിട്ട് 5000 എണ്ണം വാങ്ങിക്കുവാണെങ്കിൽ 2000 എണ്ണം വിൽക്കുന്ന കാണും കേട്ടോ, ഒന്ന് തപ്പി നോക്ക്. എടാ നിങ്ങൾ ആരും മിണ്ടാതിരിക്കുന്ന എന്താടാ? എവിടേക്കാ പോണ്ടേന്ന്. മുന്തിരിത്തോട്ടം പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട്. ഇത് ഞാനിപ്പോ എങ്ങോട്ട് പോണം? ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടോ കാണാര്? ആ കാണുന്നുണ്ട് മോനെ. അതാരാടാ മാർക്ക് ചെയ്തത്? എടാ അവനുണ്ടല്ലോ, അവന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന് മറ്റേ ഉത്തരവാദിത്വ ബോധമുള്ള ഒരുത്തനാ. എനിക്ക് മറക്കാൻ പറ്റില്ല, ഞാൻ ക്യാരിയാ. അറിയാം പഠിപ്പിക്കല്ലേ മോനെ, അതൊക്കെ ചെയ്യേണ്ട ഒരു ട്രിക്കല്ലേടാ. എടാ ഞാൻ പണ്ട് F1 ഡ്രൈവർ അല്ലായിരുന്നു? അത്രേ ഉള്ളല്ലോ എണ്ണു. എടാ ജോണി എവിടെ വിളിക്കുന്നത്? അല്ല കാത്തി സിറ്റി വന്നില്ലയോ? മുന്തിരിത്തോട്ടം ഇവിടെ കുറെ ഞാൻ വിളിച്ചു നോക്കിയായിരുന്നു, എടുക്കുന്നില്ല, ബില്ല് പോകുന്നില്ല. എന്താ പിന്നെ മുന്തിരിത്തോട്ടത്തിൽ വീടുണ്ടോ? വീടുണ്ടോ? ഇത് എങ്ങനെ നേരെ പോയത്? എനിക്കിവിടെ നിങ്ങൾ അനങ്ങണ്ട് വെക്കുന്നു. എടാ അത് ശരിയാവും. എനിക്കും അങ്ങനെ നേരത്തെ. ആ നമുക്ക് ഈ വീട്ടിൽ വിളിച്ചു കളിക്കാം. ഈ വീട്ടിൽ ഇവിടെ ആകുമ്പോ വീടും ഉണ്ട്. മുന്തിരിത്തോട്ടം ഒന്നുമില്ല, വീടിന്റെ അകത്ത്. എന്നാ പിന്നെ വീടിന്റെ പുറത്ത് ഇറങ്ങി. എല്ലാരും വട്ടത്തിൽ നിക്ക്. ഈ വീടിന്റെ പരിസരം മാത്രമേ ഉള്ളൂ. ആ വീടിന്റെ പരിസരം മാത്രമേ ഉള്ളൂ. ഞാൻ പറയാം, ചുമ്മാ ഇത് തമാശ കളിക്കില്ല. വട്ടത്തിൽ നിക്ക്. എണ്ണിത്തിരിക്കാണ്. ഇറ്റാച്ചിയൊക്കെ ഇപ്പൊ ഇപ്പഴേ ഒളിക്കുവാങ്ങ. കണ്ടുപിടിക്കുന്ന ആളെ എണ്ണിത്തിരിക്കണം. ഞാൻ കണ്ടുപിടിക്കട്ടെ. എല്ലാരും വട്ടത്തിൽ നിക്ക്. ഇല്ല എടാ, എന്റെ ഒരു കാര്യം ഉണ്ടോ, എനിക്ക് വിളിക്കാൻ പറ്റൂല. എടാ കാരി എടുത്ത് താഴെ ഇടറാ. ഇല്ല ഒരു മിനിറ്റ്. അലക്സ് എവിടെ പോയി? കത്തിപ്പോയി. ഇത് വല്ലാത്ത പ്രശ്നമാണല്ലോ. നമ്മൾ ഇത്ര രണ്ടും എണ്ണി തിരിച്ചോ. ഏത് വേണം? ഒരമ്മ കടയിൽ പോയി അത്ര തവളാച്ചി. ഒരമ്മ കടയിൽ പോയി ഇത്ര തവളാച്ചി വേണ്ട. പാട്ടങ്ങ് പാടിറ്റാച്ചി. അത് വേണ്ട. ഒരമ്മ കടയിൽ പോയി. ആരതിനകത്ത് എണ്ണാൻ മിടുക്കൻ? എണ്ണി തിരിക്കണ മോനെ. ഞാൻ എണ്ണണോ? ആ നീ എണ്ണ. എവിടെ പോയിട്ട് എണ്ണണ്ടേ? എന്തൊരു കഷ്ടപ്പാടാ ഇത്. അത്തള പിത്തള തവളാച്ചി എണ്ണടാ. എണ്ണാനേ അറിയുള്ളൂ, ബുദ്ധിയില്ല. അയ്യോ നിന്ന് പദ്യം പറയാനല്ലടാ ഇറ്റാച്ചി. എടാ എണ്ണിത്തിരിക്കടാ. എണ്ണാന്ന് പറഞ്ഞൂടാ ജോണി. താൻ വന്ന് എണ്ണിത്തിരിക്കടോ. എടോ എണ്ണിത്തിരിക്കടോ നടുക്ക് നിന്നിട്ട് കൈ ചൂണ്ടി. അത്തള പിത്തള തവളാച്ചി ചുക്കുമുനുപ്പിന് ചൂരാപ്പ് മറിയം വിളക്കൂതി. ഞാൻ പോയേ, ഇനി ബാക്കി എന്തേലൊക്കെ ജോണി. എടാ ഇത്രയും പ്രായമായില്ലയോടോ, എന്തെങ്കിലും കാര്യം കമ്മിറ്റ്മെന്റ് കൂടി ചെയ്യടോ. എനിക്ക് തോന്നുന്നു ഈ കൂട്ടത്തിൽ നീയാണോ ഏറ്റവും ചെറുത്. അപ്പൊ നീ അങ്ങ് എണ്ണി തിരിച്ചു എല്ലാത്തിനും ഒന്ന്. ഇല്ല തല ഇരിക്കുമ്പോ നീ അതിന് കേപ്പബിൾ ആണോ അറിയണം. വളർന്നു വരുന്ന തലമ ഇതിനകത്ത് ഞാൻ വിചാരിക്കുന്ന ആ കളർ പറഞ്ഞു കഴിഞ്ഞാ ആ ആള് എണ്ണും കേട്ടോ. ആ ചോപ്പാണേ. ഒരമ്മ കടയിൽ പോയി 1 ഡസൻ വള വാങ്ങി. ആ വളയുടെ പേരെന്ത്? ആ വളയുടെ നിറം എന്ത്? ഇറ്റാച്ചി പറയടാ. എന്താന്ന്? ഒരമ്മ കടയിൽ പോയി 1 ഡസൻ വള വാങ്ങി. ആ വളയുടെ നിറം എന്ത്? സ്വർണം. ആ മോബി പറയടാ. പച്ച. നീ പറയടാ. ആ നീ തന്നെ എണ്ണുന്നത്. എന്റെ ഒരു ബുദ്ധി. ആ നീ തന്നെ എണ്ണുന്നത്. നീ എണ്ണിക്കോ. എല്ലാരും വിളിച്ചോ. 100 വരെ എണ്ണിക്കണം കേട്ടോ മര്യാദക്ക്. 100. നിങ്ങൾ എണ്ണി വലിയ ഞാൻ എങ്ങനെ അറിയുന്നേ? അതൊക്കെ എണ്ണിക്കോളൂ. ഇങ്ങോട്ടൊന്ന് ജോണി ഇത് എവിടെ വിളിക്കുന്ന? ഇന്നത്തെ ഒളിച്ചിരിക്കാൻ പറ്റുമോ?
അതല്ല ദേ ഇതിനകത്ത് ഇതിനകത്ത് കയറാൻ പറ്റുമോ? അത് കേറാൻ പറ്റത്തില്ല. ഇതിനകത്ത് കേറാൻ പറ്റത്തില്ലടോ. സ്പേസ് അടിച്ച് നോക്കും. ഇവിടെ കയറിയാലും ഇവിടെ ചാടി ഇവിടെ കുത്തിയിരിക്കാം. 18, 19, എടോ വീട് മാത്രമേ ഉള്ളൂ. ഇവിടെ വീട് മാത്രമേ ഉള്ളൂ മോനെ. 23, 24, ജോണി വീട് മാത്രം. ജോണി 30, മരം കണ്ടു കഴിഞ്ഞാലും കുളം കണ്ടു കഴിഞ്ഞാലും 36, 37. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ റേഡിയോയിലില്ല നിങ്ങളുടെ. എടോ ഞാൻ അതല്ലടോ. വീടിനകത്ത് മാത്രമേ ഉള്ളൂടോ. വീടിനകത്ത് കയറാൻ പറ്റത്തില്ലല്ലോ. വീടിന്റെ പുറത്താണോ ഇപ്പം? ആ ഈ മുന്തിരിത്തോട്ടത്തിൽ ഒളിക്കാന്ന് പറയുമ്പോ മുന്തിരിത്തോട്ടം ലെഫ്റ്റ് സൈഡിൽ കാണുന്നേ. 90, 92, ഒന്ന് മാറിയിക്കടോ, ഞാൻ അപ്പുറത്തെ മരത്തിൽ പോട്ടെ. കണ്ടുപിടിച്ച ഉറക്കെന്ന് വിളിച്ചു പറയണേ, അല്ലെങ്കിൽ ഞാൻ അറിയത്തില്ല. ഞാൻ പുറത്തായി. താനകത്ത് ഇതെവിടെ എനിക്ക് പറഞ്ഞു മുന്തിരിത്തോപ്പ് എനിക്കും പറഞ്ഞേ. ആ വരുക ജോണിയുടെ ഐഡിയ പോയി. ആ ചേട്ടോ അതെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 30, 32, 45, 47, 40, 41, 42, 43, 50, 52, 53, 54, 55, 56, 57, 58, 59, 60, 300 വരുവാന്നേ. ഒരു ഗാങ്ങിന്റെ ഗോഡ് ഫാദർ സാറ്റ് കളിക്കുന്നു. മുന്തിരി പടം കോർത്തു വെച്ച് മുറ്റത്ത് കൊണ്ടുപോവാ. ഇവിടെ ഏടാ എനിക്കൊക്കെ ചൂടും തണുപ്പൊക്കെ ഒന്ന് പറയാവോ? കാത്തു വെച്ചോളാം പട്ടുമെത്തിയിലും വെച്ച് ഒന്ന് വെച്ചോളാം. വെരി വെരി സോറി. തണുപ്പാണ് ചൂട് കൂടി മോബിയെ കിട്ടിയല്ലോടാ. എടാ ഞാനൊരു കാര്യം പറയട്ടെ. എടാ നിങ്ങളെല്ലാരും എന്തി? എടാ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ഈ സിറ്റിയിലെ ടോപ്പ് ഒരു ഗ്യാങ് അല്ലേ? ഞാൻ ആ ഗ്യാങ്ങിന്റെ ഗോഡ് ഫാദർ അല്ലേ? എടാ നമ്മളിങ്ങനെ സാറ്റും കളിച്ചോണ്ടിരിക്കുന്നതൊക്കെ വേറെ ഏതെങ്കിലും ഗ്യാങ്ങർ കണ്ടു കഴിഞ്ഞാൽ എന്ത് പറയും? മോബി മോനെ എണ്ണിക്കോടാ. മോബി മോനെ എണ്ണിക്കോ. അതൊന്നുമില്ലേ? 1, 2, 3, 4, 5, 6, പിന്നല്ലാണ്ടോ. ഞാനൊരു കാര്യം പറയട്ടെ. അല്ല ഒന്നുമില്ല. എന്താ പറയാ ഞാനൊരു കാര്യം എണ്ണി കളിക്കുമാർക്കറിയാം കണ്ടുപിടിക്കണ്ടേ. ജോണി മാമൻ റേഡിയോ പുള്ളിക്കാരൻ റേഡിയോക്കകത്ത്. എടാ 80 കളിക്കുന്നമാർ 83-നകത്തോട്ടൊന്ന് കേറണേ. ശരിയാണല്ലേ ജോണി മാമൻ അപ്പുറത്തേക്ക്. അതാണ് ജോണി മാമൻ ഇതൊന്നും അറിയുന്നില്ല. ഇവിടെ ആരൊക്കെയോ നിപ്പുണ്ടല്ലോ. ജോണി ഇല്ലല്ലോ ഇതിനകത്ത്. അയ്യോ 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 മോനെ ഞാൻ വരുവാണ്. മോനെ
ജോണി മാമൻ ഈ റേഡിയോയിലും ഇല്ല 83-ലും ഇല്ല. ഞാൻ ഫോൺ വിളിച്ച് പറയാൻ കേട്ടു. ഫോൺ വിളിക്കുമ്പോഴേ കാണുമായിരിക്കും അയാളെ കിട്ടുന്നേ. എന്റെ പിടിയടാ വെച്ചേക്ക് പിടിയടാ. എടാ 83 കയറടോ. 83 എടാ ഞാനൊരു കാര്യം പറയുവാണെങ്കിലുണ്ടല്ലോ, ഞാനങ്ങ് കോഹ്ലിയുടെ രാജീവ് സ്ഥാനം രാജിവെച്ചാലും ആലോചിക്കും. എന്തിനാണോ വീടിന്റെ വര ആരെ വരുന്നുണ്ടല്ലോടാ, എന്നെ കണ്ടു കേട്ടോ. ഹലോ എന്ത് ചെയ്യാനാ മോനി, എന്ത് ചെയ്യാനാ. ഞാനങ്ങ് അണ്ണനെ കണ്ടുപിടിച്ചേ. ഞാൻ എന്തുവാടാ 10 സ്കോർപിയോൺ കിങ്. ആ മതി മതി, സാറ്റുകളി മതി, സാറ്റുകളി മതി, സാറ്റുകളി മതി. ആ സാറ്റുകളി മതി. പിന്നെ എടാ ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ ഒരു കാര്യം പറയുവാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് വാറുണ്ട് നമുക്ക്. ഇന്ന് വാറുണ്ട് 11:30. അത് ആരുമായിട്ടാ? പടം പടം വരയ്ക്കാന്നു. മെക്ക എടാ മെക്ക വരുന്നുണ്ടോ ആരേലും ഒക്കെ? ജോണി മെക്ക കളിക്കാണോ? ജോണി സാധനം അതാണ് മെക്ക വാ, മെക്ക വാ.